ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഊണിനോടൊപ്പം ഉണ്ടാക്കിയ ഒരു മത്തങ്ങയും കായും ചെറുപയറും ഉപയോഗിച്ച ഒരു കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിലേക്ക് ആദ്യമായി കുറച്ച് ചെറുപയർ ഒരു ബൗളിലേക്ക് ഇടുക. കുറച്ച് ചെറുപയർ മതി. അത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കഴുകിയെടുക്കുക. ചെറുപയർ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി വേണമെങ്കിൽ കുറച്ച് നേരം കുതിർത്തി വയ്ക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് വയ്ക്കാനുള്ളത് കൊണ്ട് കുതിർത്തിയൊന്നുമില്ല, നേരെ തന്നെ കുക്കറിലേക്ക് ഇട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഏകദേശം ആ പയറിന് മുകളിൽ വെള്ളം നിൽക്കുന്ന പാകത്തിൽ നിന്നാൽ മതി. ഞാൻ പക്ഷേ ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തില്ല. കുക്കറിൽ ഒരു 2-3 വിസിൽ വരെ ഞാൻ ഇത് വേവിക്കാൻ വെച്ചു. അതിനുശേഷം ആവി പോയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്തത്. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് മത്തങ്ങയും കായും അതിലേക്ക് ചേർത്തു. കൂടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് അത് ഒരു വിസിൽ വരുന്നത് വരെ അടച്ച് വെച്ച് അത് വേവിച്ചു. വിസിലിൻ്റെ എല്ലാം പോയതിന് ശേഷം അത് തുറന്നപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഒരുവിധം വറ്റി അത് ഒരുവിധം വെന്തിരിക്കുന്നു. അത് നന്നായി ഉടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടി തേങ്ങയും ജീരകവും 2 വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് അധികം പേസ്റ്റാകാതെ തന്നെ അരച്ച് അതിലേക്ക് ചേർത്തു നന്നായി അത് ഉടയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി ഉടയുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരുന്നത്. അരപ്പെല്ലാം അതിനകത്ത് നന്നായി പിടിച്ചെടുക്കണം. ആ അരപ്പിൻ്റെ ആ മഞ്ഞപ്പൊടിയുടെ കളറും എല്ലാം അതിലേക്ക് നന്നായി പിടിച്ചെടുക്കുന്നവരെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. വെള്ളം വറ്റിയതിന് ശേഷം ഒരുവിധം അത് കുറുകം പാകത്തിനായതിന് ശേഷം നമുക്ക് ഇനി കടുകും ഉണക്കമുളകും ഉഴുന്ന് പരിപ്പും ഇട്ട് വെളിച്ചെണ്ണയിൽ അത് താളിച്ചെടുക്കാം. അതിനായി ഒരു പാനിൽ ഞാൻ കടുകിട്ടു, ഉഴുന്ന് പരിപ്പിട്ടു, അതിനുശേഷം 2 ഉണക്കമുളകിട്ടു, കറിവേപ്പിലയും കുറച്ച് തേങ്ങ ചിരവിയതും ഞാൻ അതിലേക്ക് ചേർത്തു. സാധാരണ നമ്മൾ എരിശ്ശേരിയിലൊക്കെ താളിക്കാൻ ഉപയോഗിക്കുന്ന പോലെ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ല മണമാണ്. ആ കറിക്ക് നല്ല രുചിയുമാണ്. അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം അത് നമ്മുടെ പയറ് കറിയിലേക്ക് ഞാനെടുത്ത് ഒഴിച്ചു. നല്ല രുചിയും നല്ല മണവുമുള്ള ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണിത്. എല്ലാവർക്കും